ബിന്ദു അമ്മിണി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീമതി ബിന്ദു അമ്മിണി, ഇന്നിപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റിന്റെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ താങ്കളുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. പങ്കെടുക്കാൻ താല്പര്യമുണ്ടെന്ന് താങ്കൾ ഉൾപ്പെടെയുള്ളവർ പറയുമ്പോൾ അത്തരത്തിൽ സ്ത്രീകൾ വരേണ്ടതില്ല എന്നൊരു നിലപാട് സ്വീകരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴിതാ അക്കാര്യങ്ങൾ എന്താണ് എന്ന് വ്യക്തമാകുന്നു. യുവതീ പ്രവേശന കാര്യത്തിൽ സർക്കാർ നേരത്തെ അനുകൂലിച്ച് നൽകിയ സത്യവാങ്മൂലം തന്നെ തിരുത്താൻ പോവുകയാണ് എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ വാക്കുകളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കേണ്ടത്. ഹലോ, കേൾക്കാമല്ലോ? കേൾക്കാം, പറയൂ. നമുക്ക് ഇന്ത്യൻ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭരിക്കുന്ന ഭരണം നടത്തുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നാണ് ഞാൻ ഇതുവരെ വിചാരിച്ചിരുന്നത്. ഇവിടുത്തെ ഏറ്റവും അപ്പെക്സ് കോർട്ടായ സുപ്രീം കോടതിയുടെ ഒരു വിധിന്യായം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തുല്യതയിലൂന്നിയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരള സർക്കാർ മുന്നോട്ട് പോകുന്നു എന്നായിരുന്നു എന്റെയും എന്നെ പോലെയുള്ള മറ്റു പല ആളുകളുടെയും ധാരണ. അങ്ങനെ ഒരു ധാരണപ്പുറത്താണ് നമ്മൾ പ്രകടമായി ഈ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾ ഇല്ലാതിരിക്കുമ്പോഴും പുരോഗമന സർക്കാർ എന്നുള്ള രീതിയിൽ ഇടതുപക്ഷ സർക്കാരിനെ എന്നെ പോലെയുള്ള ആളുകൾ, നിരവധിയായ ആളുകൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഈ പുരോഗമന ആശയങ്ങളെല്ലാം തന്നെ കൈയൊഴിഞ്ഞുകൊണ്ട് മറ്റ് പാർട്ടികളെ പോലെ തന്നെ സംഘപരിവാറിനെയും കോൺഗ്രസിനെയും ഒക്കെ പോലെ തന്നെ ഒരേ സമാനമായ രീതിയിലേക്ക് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ് ഇന്ന് നിലവിൽ കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഷിഫ്റ്റ്. പുരോഗമനപരമായ നിലപാട് കൈക്കൊണ്ടിരുന്നവർ എന്ന് അവകാശപ്പെടുന്ന അവർ തന്നെ ഇപ്പം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് സംസാരിക്കുന്ന, ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് സംസാരിക്കുന്ന പല ആളുകളും പറഞ്ഞു കേൾക്കുന്നത്. ശ്രീമതി ബിന്ദു അമ്മിണി, അത് വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നീക്കമായി തന്നെ താങ്കൾ കാണുന്നുണ്ടോ? ഇത് വളരെ വേദനാജനകമാണ്. ലക്ഷക്കണക്കിനായ ആളുകള് ഇടതുപക്ഷത്തിൽ പ്രതീക്ഷ അർപ്പിച്ചു നിൽക്കുന്ന ആളുകളുടെ പ്രതീക്ഷയ്ക്ക് മേലെയുള്ള ഒരടിയാണ്. ഈ മറ്റു പാർട്ടികളിൽ നിന്ന് യാതൊരു വ്യത്യാസവും ഇല്ലാത്ത തരത്തിലേക്ക് ഈ പാർട്ടിയും പോയിക്കൊണ്ടിരിക്കുന്നു, ഇടതുപക്ഷ സർക്കാരും പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഇത് വേദനാജനകമാണ്. പുതിയ ആളുകൾ വരട്ടെ, പുതിയ പാർട്ടികൾ വരട്ടെ. ഇങ്ങനെയാണ് ഇത്ര നിലപാടിൽ ഊന്നിയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ സഹോദരൻ അയ്യപ്പനും പി കൃഷ്ണപിള്ളയും തുടങ്ങി നിരവധിയായിട്ടുള്ള ആളുകൾ മുന്നോട്ട് വെച്ചിട്ടുള്ള എല്ലാ മൂല്യങ്ങളെയും കാറ്റിൽ പറത്തുന്ന തരത്തിലേക്കാണ് ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് പോകുന്നത് എങ്കിൽ ഇവരിലുള്ള പ്രതീക്ഷ നമ്മൾ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. പുതിയ ആളുകൾ വരട്ടെ, നിലവിലുള്ള ആളുകളെ എല്ലാം പോയിട്ട് പുതിയ ആളുകൾ വരട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടി. ശരി, വ്യക്തമാണ്. ശ്രീമതി ബിന്ദു അമ്മിണിയാണ് പ്രതികരിച്ചത്.